അയ്യോ, എല്ലാരും മുമ്പിൽ തന്നെ ഉണ്ട്. ഇതാരാ ഇവളുടെ കൂടെ? ഇവള് ആകെ മാറിപ്പോയല്ലോ. അതൊന്നും പേടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. സൂപ്പർ. ആരാ മോളെ ഇത്? അപ്പ അതൊക്കെ അകത്ത് കയറി ഇരുന്നിട്ട് സംസാരിക്കാപ്പ. അല്ല, ആരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. അപ്പം ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവന് രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണം. ഹലോ ഡാഡ്, ഹൗ ആർ യു? നിനക്ക് മരപ്പട്ടിയെ മാത്രം കിട്ടിയാൽ കല്യാണം കഴിക്കാൻ. മുറ്റത്ത് കയറി പോരുന്നില്ല, ഒന്ന് കളയുന്നില്ല ഞാൻ. നീ അപ്പനെ ചതിച്ചല്ലേ? നീ തന്നാവരടി. കാണ്ടാമൃഗത്തിനുണ്ടായവനെ കൊണ്ട് വന്നിരിക്കുന്നു. വാചായ അകത്തേറിയിരിക്കും, എല്ലാരും നോക്കുന്നുണ്ട്. വാചായ കുറവെന്താതല്ലേ? കണ്ണ് കാണാൻ പാടില്ല. ആർക്കാടാ കണ്ണ് കാണാത്തെ? എനിക്ക്. അങ്ങനെ പറ ചേച്ചി, സാരി ഒന്നും മാറ്റണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സംഗതി കണ്ടിട്ടില്ല അന്തരാ. എനിക്കെങ്കിലും കാണാൻ. എന്താടാ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ മുമ്പ് വെച്ച് കണ്ണുകാണലെന്ന് പറയരുതെന്ന്. അതാ ചേച്ചി വിഷമിക്കാണ്ടിരിക്കാനല്ലേ. ഓടാ പോട്ടെ ചേച്ചി, നാളെ ഇവിടെ തന്നെ കണ്ടാ മതിയായിരുന്നു. എടാ, നമ്മുടെ ഓപ്പോസിറ്റ് ഒരു അടിപൊളി ഐറ്റം മോനെ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു 34, 28, 34. അവള് വരുന്നുണ്ട്. നീ എന്ത് ചെയ്യുമ്പോ? നമ്മൾ എന്തിനാടാ നമ്മുടെ കുറവുകൾ ബാക്കിയുള്ളവരെ അറിയിക്കണേ? അയ്യോ, വാ പോവാ. ഞാൻ പൊക്കോളാം, പിന്നാലെ വന്നാ മതി. ജാഫ്രേ, സോറി, എനിക്ക് മനസ്സിലായില്ല. കണ്ട പറയില്ല കേട്ടോ ബ്ലൈൻഡ് ആണെന്ന്. കണ്ടാലെങ്ങനെ പെങ്ങളെ ബ്ലൈൻഡ് ആവാ? കണ്ടില്ലെങ്കിലല്ലേ ബ്ലൈൻഡ് ആവാ? സ്റ്റോപ്പ്. ഐ എം നോട്ട് ബ്ലൈൻഡ്, ഐ എം ഹരി. കട്ട്. ഇങ്ങോട്ട് തരി. ഇനി പറ. ഐ എം നോട്ട് ബ്ലൈൻഡ്, ഐ എം ഹരി. ശരി. ശരിയല്ലേ? ഇമ്മാതിരി ഇടുകിയ പാന്റും ഈ ബനിയനൊക്കെ ഇട്ട എങ്ങനെയാടാ നമ്മള് നോക്കാണ്ടിരിക്കുക? നോക്കിയ പിന്നെ പീഡന. അതല്ലടാ ഞാൻ നോക്കാത്തെ. ഓ, രണ്ട് കണ്ണാണല്ല. എത്ര തവണ എന്നോട് പറഞ്ഞതാണ്, കോളേജാണ്, പെണ്ണുങ്ങളാണ്, ടേപ്പ് കിട്ടുമെന്ന്. ആ സാറിന് മുമ്പിൽ ബാക്കിയുള്ളവരെ നാണം കെടുത്തില്ലടാ. മാക്കാച്ചി മോനെ കൊണ്ട് പ്രേമിക്കാൻ നടക്കണം. എനിക്ക് പ്രിയനെ കാണണം. അങ്ങനെ നടക്കടാ. അവിടെ ഒരു കോളേജും പ്രേമോ. കൊറേ മഹാന്മാരൊക്കെ പഠിച്ചതാ. ഇനി നമ്മള് ബാ. കൊള്ളാല്ലേ? എന്താടി വിളിതെങ്ങോട്ടാ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഓ, ചന്തു. മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അച്ഛാമ്മ വീണ്ടും വന്നിരിക്കുകയാണ്. ഓ, എന്റെ ജീവിതം, നിരപരാധിയായ എന്റെ ജീവിതം, അതിലെ വെളിച്ചം തല്ലിക്കെടുത്തി 3 വർഷം വിമൻസ് കോളേജിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി വലിച്ചെറിഞ്ഞ എന്റെ തന്ത വർഗീസ്, അതിന് കാരണക്കാരിയായ എന്റെ ചേച്ചി, പക്ഷെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം
MSW എന്ന കോഴ്സിന്റെ രൂപത്തിൽ എന്റെ മുമ്പിലേക്ക് വന്നു. സാമൂഹ്യ സേവനം. ഈ കച്ചറ കോഴ്സ് പഠിച്ചിട്ട് എന്താക്കാനാ? ചുമ്മാ ജീവിതം അങ്ങ് ആസ്വദിക്കണം. അതിനാണ് ഈ അച്ചാമ്മ വീട്ടില് വഴക്കുണ്ടാക്കി ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് വലിയ ആളാവെന്ന് പറഞ്ഞേക്കണേ. നല്ല കാര്യം. അല്ല, എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ കോളേജിൽ ഒരു പൊളിക്കും മോളെ. യു മീൻ പ്രേമം? അതൊക്കെ വലിയ തലവേന. ഓൺലി എന്റർടൈൻമെന്റ്. ഓ, എന്റർടൈൻമെന്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇവളിപ്പോ എങ്ങനെ ഇരിക്കണോ? ഗുഡ് മോർണിംഗ് എവരിബഡി. എന്താ സാറേ നട്സ് പോയ അണ്ണാന്റെ കൂട്ടിരിക്കുന്നേ? അണ്ടി പോയ അണ്ടാനെ ഒന്ന് പോയ കാലത്ത് തന്നെ ഷോക്കായിട്ടിരിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട. ഒന്ന് പോയ മാഷെ. രാവിലെ തന്നെ ഒരു പണിയും കൊണ്ട് വന്നിരിക്കുന്നു. മാറിയിരിക്ക കസേരയും കൊണ്ട്. ഒടുക്കത്തവൻ വന്നിരിക്കുന്നു. എന്തുവാടാ? ആചാടാ ജി ഹിജടയോ? ഇതെന്റെ ഒടുക്കത്തെ ചായരല്ല. കുടിക്ക്. ചായ മേടിക്കല്, കറണ്ട് ബില്ലടക്കല്, വെള്ള ബില്ലടക്കല്, അപ്പന്റെ വായുഗുളിക മേടിക്കല്. ഇനി ഇവ കാര്യങ്ങൾക്കൊന്നും തന്നെ വിളിക്കരുത്. അതിനാണ് സാറേ ചുള്ളൻ. അപ്പൊ നിനക്ക് തന്നെ ഇവിടെ പണി? സാറേ വയസ്സ് 10-32 അതിപ്പോ ഞങ്ങളുടെ കുഴപ്പമാണോ? 20ാമത്തെ വയസ്സിൽ ഈ പണ്ടാരടങ്ങിയ കോളേജ് ജോലിക്ക് കയറിയതാ. സ്ഥലക്കച്ചവടം, രാഷ്ട്രീയം ഇതൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ പച്ച പിടിച്ചത്. ഈ കോളേജിൽ നിന്ന് കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കിട്ടി ജീവിക്കണം എന്നുള്ളത് എന്റെ ഒരു അന്ത്യാഭിലാഷം. ഈ പ്യൂണി പണി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? എന്താ മോന്റെ പേര്? എന്റെ പേരാണോ? ജെയിംസ് ഓ, തോമസ്. തന്റെ അല്ലടോ, ഇയാളുടെ. मेरा नाम शाहरुख खान है। दोस्त मुझे शाहरुख बुलाते हैं। ഷാറൂഖ് ഖാനോ? जी हाँ। ഈ ഷാരൂഖ് ഖാൻ എന്നുള്ള പേരും വെച്ചിട്ട് അപ്പക്കാളയെ പോലെ പണിയെടുപ്പിക്കുന്നത് ശരിയാണ് ജെയിംസ്? അതെന്താ സാറേ, ഷാറൂഖ് ഖാൻ എന്നുള്ള പേര് ഷാറൂഖ് ഖാൻ മാത്രമേ വെക്കാൻ പാടുള്ളൂ? അങ്ങനല്ലേ? ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ഹെവിയാ. അതെന്താ എ റഹ്മാനാണ് ചെയ്തേക്കണേ? അല്ല, ഗോപി സുന്ദർ. അയ്യോ. അച്ഛന്റെ പേര് ധർമ്മേന്ദ്രൻ, അമ്മയുടെ പേര് ഹേമമാലിനി. ഓഹോ. പിന്നെ ഉള്ളത് ഒരേ ഒരു സഹോദരി, സുന്ദരിയും സുശീലയും സ്നേഹസമ്പന്നയുമായ ജൂഹി ചൗള. എന്നിട്ട് ഇവിടെ 2 മാസം മുമ്പ് ഒരു ഊളോടെ പൊളിച്ചോടിപ്പോയി. അയ്യോടാ കഷ്ടം. പെരുമ്പാവൂർന്ന് കിട്ടിയതാ ഈ തങ്കക്കുടത്തിന്. ആണോ? ഇപ്പൊ 2 മാസമായിട്ട് എന്റെ ഒപ്പം വീട്ടിലുണ്ട്. കോലത്ത് പൊക്കലിട്ട് 500 നോട്ടൊന്നും കാണാനല്ലോ. തങ്കക്കുടത്തിലൊന്ന് കൈയിട്ട് നോക്ക്, ചെലപ്പോ അതിനകത്തുണ്ടാവും. സാറിന്റെ പറ്റി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, മറക്കണ്ട. തങ്കക്കുടത്തിൽ കൈയിടാൻ പറഞ്ഞതിന് കെറുവാ. തങ്കക്കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ പക്ഷെ? സാറേ, നമ്മുടെ കോളേജിലെ ഒരു സുന്ദര ടീച്ചർ വന്നിട്ടുണ്ട്. ആണോ? വല്ല ചാൻസ് ഉണ്ടോ പക്ഷെ? ഡൈവോഴ്സ് കേസാന്നാ കേട്ടത്. എന്നാ നടക്കും. സെയിം പിച്ച്. സാറും ഡൈവോഴ്സ് കേസ്, ടീച്ചറും ഡൈവോഴ്സ് കേസ്. ഈ ടീച്ചർ ഡൈവോഴ്സ് കേസ് നടത്തുന്നേ എന്റെ സിസ്റ്ററാ. ആണോ? നമുക്കൊന്ന് പോയി കണ്ടാലോ? അത്രയ്ക്ക് നല്ലതാണോ? കിടില നൈറ്റാ. നീ വാന്നേ, ദേ വരുന്നു. പെടുത്തിയല്ലോ. നിൽക്കവിടെ. തൊണ്ടയിലെ വെള്ളം പറ്റി തൊണ്ട ഒട്ടുന്നു. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാന്ന് കരുതി. ഞാൻ ശ്രീനി, സംസ്കൃതം. ഞാൻ ലക്ഷ്മി. ഇത് രാജേഷ് മാഷ്. ദൈവമേ, മാഞ്ഞു പോയോ? ഇത് രാജേഷ് മാഷ്. വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ടീച്ചറിന്റെ ഡൈവോഴ്സ് കേസ് നടത്തുന്നത് എന്റെ സിസ്റ്ററാ. ഡൈവോഴ്സ് അറിഞ്ഞതിന്റെ കെറുവായിരിക്കും. ഇതെങ്ങനെ സംഭവിച്ചു? സാറിനെ കണ്ടപ്പോഴെന്താ ടീച്ചറിന്റെ മോൻ കടലിൽ ഒത്തുമില്ലായത്? എടോ, ഇവളുമായിട്ടാടോ എന്റെ ഡൈവോഴ്സ് കേസ്? എന്റെ ദൈവമേ, ഇതായിരുന്നോ സാറിന്റെ വൈഫ്? അങ്ങനെ സംഭവിച്ചു. ഇത്രയും നല്ലൊരു ഐറ്റത്തിനൊക്കെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വിവരക്കേട് സാറിന്റെ എവിടെ നിന്ന് കിട്ടി? എന്ത് സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ വീട്ടിൽ സ്വന്തമായിട്ടൊരു അംഗനവാടി തുടങ്ങിനെ. അംഗനവാടി ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം?